കിണറ്റിൽ നിന്നാണ് ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത്. കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നോ അതോ കൊന്നതിന് ശേഷം ഇടുകയായിരുന്നോ? ആ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആര്യ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അക്കാര്യത്തിൽ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം മാത്രമേ ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം കിണറ്റിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ജീവനോടെ കിണറ്റിൽ കൊണ്ടിട്ടതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കുഞ്ഞിനെ ജീവനോടെ കൊണ്ടിട്ടതാകാം. കാരണം 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അതായത് ഇവരൊരു കണ്ണൂരിലെ ആക്രി ആക്രി ശേഖരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ ഒരു വീട്ടിൽ താമസമാക്കിയത്. ഒരു ക്വാർട്ടേഴ്സ് ആണ്. ആ ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെയാണ് ഇവർ താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്നും ഈ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ഒരു സാധ്യതയുമില്ല. നമുക്കറിയാം. മാത്രമല്ല ആൾമറയുള്ള ഒരു കിണറാണ്. അപ്പോൾ ആൾമറയുള്ളൊരു കിണറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കാണണമെങ്കിൽ തീർച്ചയായിട്ടും അത് കൊലപാതകമാകാമെന്ന് പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നു. ആരാണ് പ്രതി എന്നത് മാത്രമായിരുന്നു ചോദ്യം. അങ്ങനെ ആദ്യം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ബംഗാളികൾ അവർ താമസിച്ചിരുന്നു. അവരിലേക്ക് അന്വേഷണം നീണ്ടു. പക്ഷേ ഈ കുഞ്ഞ് നൽകിയ മൊഴിയാണ് ഏറ്റവും നിർണായകമായത്. അതായത് ഇപ്പോൾ പ്രതിയായിട്ടുള്ള 12 വയസ്സുകാരിയ കുഞ്ഞ് പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: താൻ ശൗചാലയത്തിൽ രാത്രി 9:30 പോയി, ആ സമയത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ് ഈ കുഞ്ഞിനെ കാണാതായത് എന്ന മൊഴി ആ കുഞ്ഞ് തന്നെ പോലീസിന് നൽകി. അപ്പോൾ പോലീസിന് സംശയം തോന്നി. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു. ആവശ്യം വന്നില്ല. പക്ഷെ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ ഒറ്റമൊടുവിൽ ഈ കുഞ്ഞ് താനാണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് കുറ്റം സമ്മതിക്കാനുണ്ടായത്. അത് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച് ഏകദേശം ധാരണയുണ്ടായിരുന്നു. കാരണം അമ്മയെയും അച്ഛനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ അവർ പരമാവധി തങ്ങളല്ല ഇത് ചെയ്തതെന്ന് അവർ തുറന്നു തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് ഈ കുഞ്ഞാകാം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊരു സാധ്യത മുന്നിൽ കണ്ടിരുന്നു. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർക്കേറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത്. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഈ 12 വയസ്സുകാരിയെയാണ് ഈ 12 വയസ്സുകാരിയെ നോക്കിയിരുന്നത് ഈ കുടുംബമായിരുന്നു. അവർക്കൊപ്പമായിരുന്നു ഈ 12 വയസ്സുകാരി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പുതിയ കുഞ്ഞ് ജനിച്ചപ്പോൾ തനിക്ക് അത്ര പരിഗണന അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. മാത്രമല്ല ആ കുഞ്ഞ് നമുക്കറിയാം തമിഴ്നാട് സ്വദേശികളുടെ മകളാണ്. ഏതായാലും ഇങ്ങനെ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് ഈ 4 മാസം പ്രായമുള്ള. ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ ഫെലിക്സ്? ഒരു 4 വർഷമായി ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ക്വാർട്ടേഴ്സിൽ ഒരു റൂമിലാണ് ഇവർ താമസിച്ചിരുന്നത്. മറ്റു റൂമുകളിലൊക്കെ തന്നെ ബംഗാളികളാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർക്കധികം, അതായത് ആക്രി പെറുക്കി അല്ലെങ്കിൽ ആക്രി ശേഖരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ അത്രയും, അതായത് ഏതെങ്കിലും തരത്തിൽ അച്ഛനോ അമ്മയുമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് സംശയിക്കണമെങ്കിൽ അവർ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണെന്നൊരു പുറത്ത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകണമല്ലോ. അപ്പോൾ പോലീസ് ആദ്യം നാട്ടുകാരുമായി സംസാരിച്ച സമയത്ത് ഈ കുടുംബം വളരെ ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്നവരാണ്, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കഴിയുന്നവരാണ് എന്നതാണ് നാട്ടുകാരടക്കം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും അല്ല ഈ പ്രതി എന്ന കാര്യത്തിൽ ആദ്യം തന്നെ പോലീസിന് ഒരു ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞാണ് പ്രതി അല്ലെങ്കിൽ കുഞ്ഞാണിത് ചെയ്തത് അല്ലെങ്കിൽ ഈ 12 വയസ്സുകാരിയാണോ എന്നതിലേക്ക് ഏറ്റവും പ്രധാനമായി പോലീസ് എത്തിയത് ആ പെൺകുട്ടി തന്നെ നൽകിയ മൊഴിയാണ്. താൻ രാത്രി 9:30 സമയത്ത് പുറത്തേക്ക് മൂത്രമൊഴിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ കാണാതായത് എന്ന് ഈ 12 വയസ്സുകാർ തന്നെ പോലീസിന് മൊഴി നൽകി. അതാണ് ഏറ്റവും നിർണായകമായത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം, പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളിലൊക്കെ കണ്ടതുപോലെ ഉള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ചോദിച്ചോട്ടെ ഫെലിക്സ്, സഹോദരന്റെ കുഞ്ഞാണ്, ഏറെക്കാലമായി ഇവരുടെ കൂടെ താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഈ സഹോദരനെ പറ്റി അവിടെയുള്ള അയൽവാസികൾക്ക് അറിയാമോ? അദ്ദേഹം ഇപ്പൊ 4 വർഷമായി ഇവിടെ താമസിക്കുകയല്ലേ. എപ്പോഴെങ്കിലും ഈ സഹോദരന് സ്വന്തം കുഞ്ഞിനെ കാണാൻ വരാറുണ്ടായിരുന്നോ? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർക്കൊരു ജ്യേഷ്ഠനും അനിയനുമാണ് ഈ മുത്തുവനുണ്ടായിരുന്നു. അതിൽ അനിയൻ മരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിയൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങൾ ഇവർക്കൊപ്പം അധികം താമസിക്കാൻ, ഇവർക്കൊപ്പം മാത്രമായി താമസിക്കാൻ തുടങ്ങിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഏറ്റവും അടുത്ത് ഇവർക്കൊപ്പം ഈ കുട്ടികൾ താമസിക്കാൻ തുടങ്ങിയത്. ഈ ജ്യേഷ്ഠ അടക്കമുള്ളവരും കണ്ണൂരിൽ ടൗണിനോട് ചേർന്ന മറ്റിടങ്ങളിലായാണ് ആക്രി പുറക്കി അല്ലെങ്കിൽ ആക്രി ശേഖരിച്ച് ജീവിക്കുന്നത്. അവിടെ അവർക്ക് താമസ സ്ഥല വാടകയ്ക്ക് താമസിക്കുന്നുമുണ്ട്. ഏതായാലും ഈ മുത്തു എന്ന ആൾക്കൊപ്പമാണ്
ഈ പറയുന്ന സഹോദരന്റെ ചേട്ടന്റെയും അനിയന്റെയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഈ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനാണ് ഇപ്പോൾ ഈ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ നമ്മൾ എന്റെ വീട് അപ്പുവിന്റെയും എന്ന സിനിമയിൽ ഉള്ള നമ്മൾ കണ്ടതുപോലെ രീതിയിൽ സ്നേഹം തന്നോട് കുറഞ്ഞു. അത് പുതിയൊരു കുഞ്ഞ് വന്നപ്പോൾ തന്നോട് സ്നേഹം കുറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നതാണ്. ഏതായാലും 4 വയസ്സുകാരിയാണ് മരിച്ചത്. അത് 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ 12 വയസ്സുകാരിയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്ന് തെളിഞ്ഞത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാപ്പിനശ്ശേരി പാറക്കലിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം ആണ് ഇന്ന് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുണ്ടായിട്ടുള്ളത്. 4 മാസം പ്രായമായ കുഞ്ഞിന്റെ ബന്ധു തന്നെയാണ്, അതായത് സ്വന്തം അച്ഛന്റെ സഹോദരന്റെ മകളാണ് ഈ 4 വയസ്സുകാരിയെ കൊന്നത്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ കുട്ടി തന്നെ, ഈ 12 വയസ്സുകാരി തന്നെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു.